നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു എഫേർട്ട് ഒരു കാര്യത്തിന് ഇട്ടാൽ അതിന് പെട്ടെന്നൊന്നും റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും പതിയെ പതിയെ അതിൻ്റെ റിസൾട്ട് വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് അർഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടാക്കി തരും. ഇവിടെ ദുൽഖറിൻ്റെ കാര്യത്തിൽ ലോകയിലൂടെ സംഭവിച്ച അതാണ്. ദുൽഖർ ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദുൽഖറിന് ഒരു എന്താ പറയുക, ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയോ ഒക്കെ തന്നെ ദുൽഖറിൻ്റെ ഒരു ആത്മാർത്ഥമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാലം അത് നൽകിയത് ഇപ്പോൾ ലോകയിലൂടെയാണ്. ഇപ്പോൾ ലോക വലിയ രീതിയിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഒന്നാകെയാണ് അതിൻ്റെ ഒരു സക്സസ് വരുന്നത്, വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. അത് ദുൽഖർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെയാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം ദുൽഖറിന് തമിഴിലും അതുപോലെ തെലുങ്ക് നാട്ടിലൊക്കെ ഉള്ള ഒരു സ്വീകാര്യത ലോകയ്ക്ക് ബെനിഫിറ്റ് ആവുകയാണ്. ദുൽഖറിന്റെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ലോക. ഇന്നലെ ഹൈദരാബാദിൽ നടന്നൊരു പരിപാടിയിൽ ദുൽഖറിന്റെ ഒരു ഹാപ്പിനെസ് അതിൽ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ദുൽഖർ ഇതിൽ എന്താ പറയുക, ചെറിയൊരു ഭാഗമായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഈ യൂണിവേഴ്സിൽ ഒരു ക്യാരക്ടറായിട്ടൊക്കെ ദുൽഖർ വരുന്നുണ്ട്. പക്ഷെ ദുൽഖർ ഒരു എന്താ പറയുക, ദുൽഖറിന്റെ ഒരു പ്രൊഡക്ഷനിൽ വന്നൊരു സിനിമ, ദുൽഖറിന്റെ ഒരു വിഷൻ, അത് വലിയ രീതിയിൽ സക്സസ് ആയി. മോളിവുഡിന്റെ ഒരു ഗെയിം ചേഞ്ചറായി ലോകം മാറി. ദുൽഖറിന്റെ ഒരു എന്താ പറയുക, ഒരുപാട് കാലത്തെ ഒരു എഫേർട്ട്, ദുൽഖർ ഉണ്ടാക്കിയെടുത്ത ഒരു റീച്ച് മലയാള സിനിമയ്ക്ക് ഗുണമായി. അതിന്റെ എല്ലാം ഒരു ഹാപ്പിനെസ് ഇന്നലെ ദുൽഖറിന് ഉണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ദുൽഖർ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടാണ് ലോകയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ റീച്ച്. ഡെഫിനറ്റ്ലി ക്വാളിറ്റി കണ്ടന്റ് ആണ്. പക്ഷെ എങ്കിൽ പോലും ദുൽഖർ എന്താ പറയുക, ഈ ഒരു സിനിമയെ അങ്ങ് ക്യാരി ചെയ്യാണ്. ഇന്ത്യക്ക് എന്താ പറയുക ഒന്നാകെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്നാകെ ഒരു സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ദുൽഖറിന്റെ ഭാഗത്തുണ്ട്. ദുൽഖർ കഴിഞ്ഞ കുറെ കാലങ്ങളായി എടുത്തിട്ടുള്ള എഫേർട്ട് ഇപ്പോഴാണ് ശരിക്കും റിസൾട്ടിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യയിൽ ഒന്നാകെ ദുൽഖറിന് വലിയ റീച്ച് ഉണ്ട്. പല സംസ്ഥാനങ്ങളിലും ദുൽഖറിൻ്റെതായിട്ടുള്ള സിനിമകൾ സോളോ ഹിറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു റീച്ച് മലയാളത്തിൽ നിന്നുള്ള ഈ ഒരു ചെറിയ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഗുണമാവുകയാണ്. അപ്പോൾ അതിൽ ദുൽഖർ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലത്തെ ആ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും.